അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഇന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ വർഷത്തെ പൊതുപരീക്ഷ പേപ്പറാണ്. അപ്പോൾ അതിലെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക. അതുപോലെ മറ്റുള്ള കൂട്ടുകാരിലേക്കും ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യുക. എല്ലാ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കും ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ആക്ടിവിറ്റി, ചേർത്തി എഴുതാം. താഴെ വിട്ടുപോയ ഭാഗത്ത് അനുയോജ്യമായത് മുകളിൽ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാം. ഒന്നാമത്തത്, ഭൂമിയേക്കാൾ എത്രയോ വലുതാണ്. ഉത്തരം നക്ഷത്രം. അത് എടുത്തെഴുതുക. ഭൂമിയേക്കാൾ എത്രയോ വലുതാണ് നക്ഷത്രം. രണ്ടാമത്തത്, അള്ളാഹു ഏകനാണെന്ന് വിശ്വസിക്കുന്നതിന് പറയും. അള്ളാഹു ഒരുവനാണ് എന്നതിന് വിശ്വസിക്കുന്നതിന് പറയുന്ന പേര് തൗഹീദ്. മൂന്നാമത്തത്, മുർസലുകൾക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവം. മുർസലുകൾക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവമാണ് മുഅ്ജിസത്ത്. നാലാമത്തത്, വലിയ എന്നതിൻ്റെ ബഹുവചനമാണ്. വലിയ എന്നതിൻ്റെ ബഹുവചനമാണ് ഔലിയാ എന്നത്. അത് ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതാം. അഞ്ചാമത്തത്, അമ്പിയാക്കൾ അല്ലാത്തവരിൽ ഏറ്റവും ശ്രേഷ്ഠർ. അമ്പിയാക്കൾ അല്ലാത്തവരിൽ ഏറ്റവും ശ്രേഷ്ഠർ സ്വഹാബികൾ. എല്ലാവരും എഴുതിയെടുക്കുക. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി, ശരി അടയാളപ്പെടുത്താം. ഒന്നാമത്തത്, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം. ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്: അൽ ഇസ്ലാം, അൽ ഈമാനു, അസ്വലാത്തു. ഇതിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ശരിയായത് അൽ ഇസ്ലാം, ഇസ്ലാം. രണ്ടാമത്തത്, ഉഹദിൽ പതാകവാഹകൻ. അതായത് ഉഹദിൽ പതാക വഹിച്ചിരുന്നത് അബ് റളിയല്ലാഹു അൻഹു. ഇനി മൂന്നാമത്തെ ചോദ്യം, സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തത്. സൃഷ്ടികൾക്ക് സാധാരണഗതിയിൽ അറിയാത്തതിന് പറയുന്ന പേര് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്: ബിദ്അത്ത്, ഇജ്മാഅ്, ഗൈബ്. ശരിയായത് ഗൈബ്. സൃഷ്ടികൾക്ക് സാധാരണഗതിയിൽ അറിയാത്തതിനാണ് ഗൈബ് എന്ന് പറയുന്നത്. നാലാമത്തെ ചോദ്യം, 23 വർഷം കൊണ്ടാണ് അവതരണം. തൗറാത്ത്, സബൂർ, ഖുർആൻ. ശരിയായ ഉത്തരം ശുദ്ധ ഖുർആനാണ്. അഞ്ചാമത്തത്, വിവിധ രൂപത്തിൽ പ്രത്യക്ഷപ്പെടും. മൃഗങ്ങൾ, ജിന്നുകൾ, മനുഷ്യർ. ശരിയായത് ജിന്നുകൾ. ജിന്നുകൾ വിവിധ രൂപത്തിൽ പ്രത്യക്ഷപ്പെടും. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി, ബ്രാക്കറ്റിൽ നിന്നും ശരിയായത് പൂരിപ്പിച്ച് എഴുതാം. താഴെ ബ്രാക്കറ്റിൽ, ഇവിടെ മുകളിൽ വിട്ടുപോയത് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. അത് ശരിയായത് യോജിച്ച് എഴുതുക. ഒന്നാമത്തത്, അൽ യൗമ ഡാഷ് ലക്കും ദീനുക്കും ഡാഷ് അലൈക്കും നിഅമതി ഡാഷ് ലക്കുമുൽ ഇസ്ലാമ ദീനൻ. ശരിയായ രൂപം, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീനൻ. ശരിയാക്കി എഴുതുക. ഇനി രണ്ടാമത്തത്, ഫബിഇസ്സതിക ഡാഷ് അജ്മഈന ഡാഷ് ഇബാദിക ഡാഷ് അൽ മുഖ്ലസീൻ. അത് തെറ്റുകൂടാതെ എഴുതിയെടുക്കുക.
ഫബിഇസ്സതിക ലഉഗ്വിയന്നഹും അജ്മഈന ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ. ഇനി മൂന്നാമത്തത് പരിശുദ്ധ ഡാഷ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഡാഷ് ഏറ്റവും ഡാഷ് മുഅ്ജിസത്ത്. ശരിയാക്കി എഴുതാം. പരിശുദ്ധ ഖുർആനാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത്. ഇതാണ് ശരിയായ രൂപം. ഇനി അടുത്ത പേപ്പർ. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം തൗഹീദിൻ്റെ സൂറത്ത്. തൗഹീദിൻ്റെ സൂറത്ത് എന്നറിയപ്പെടുന്നത് സൂറത്തുൽ ഇഖ്ലാസ്. 2. യാ സാരിയത്ത അൽ ജബൽ എന്ന് പറഞ്ഞവർ ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. മൂന്നാമത്തെ ചോദ്യം ഉമ്മുൽ ഖുർആൻ എന്ന് പേരുള്ള സൂറത്ത്, അതായത് ഖുർആനിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന സൂറത്ത്, സൂറത്തുൽ ഫാത്തിഹ. ഇനി നാലാമത്തെ ചോദ്യം മതനിയമങ്ങൾ ബാധകമാകുന്ന മനുഷ്യരല്ലാത്ത വിഭാഗം, ജിന്ന് വിഭാഗം. ഇനി അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം ഉണ്ടായ എല്ലാ കാര്യങ്ങൾക്കും പറയും ബിദ്അത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷമുണ്ടായ എല്ലാ കാര്യങ്ങൾക്കും പറയുന്ന പേരാണ് ബിദ്അത്ത്. ആറാമത്തെ ചോദ്യം പരലോകത്തേക്കുള്ള കൃഷിയിടം. പരലോകത്തേക്കുള്ള കൃഷിയിടം ഇഹലോകം. ഏഴാമത്തെ ചോദ്യം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കൽ, റിദ്ദത്ത്. ഇനി അവസാനത്തതാണ് മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായം, ഇജ്മാ. ഇനി അടുത്ത ആക്ടിവിറ്റി ഖിയാമത്ത് നാളിനോട് വളരെ അടുത്തവ എടുത്തെഴുതാം. ബ്രാക്കറ്റിൽ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. മദ്യപാനം അധികരിക്കുക, ദജ്ജാൽ പുറപ്പെടുക, ഉമ്മയെ വെറുപ്പിക്കുക, ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരിക, മുൻഗാമികളെ ശപിക്കുക, യഅ്ജൂജ് മഅ്ജൂജ് പുറപ്പെടുക. ഇതിൽ നിന്ന് ഖിയാമത്തുമായി ഏറ്റവും അടുത്ത് വരുന്ന അടയാളങ്ങൾ എഴുതാനാണ്. അടുത്ത ആക്ടിവിറ്റി ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം ദുആ എന്നാൽ എന്ത്? ഉത്തരം ആരാധ്യനാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥനയാണ് അദ്ദുആ, അതായത് പ്രാർത്ഥന. രണ്ടാമത്തെ ചോദ്യം 73 വിഭാഗങ്ങളിൽ ഒരു വിഭാഗം ഒഴികെ മുഴുവനും നരകത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. വിഭാഗം ഏത്? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഞാനും എൻ്റെ സ്വഹാബത്തും സഞ്ചരിച്ച മാർഗമാണത്. ഇനി മൂന്നാമത്തെ ചോദ്യം ബിദ്അത്ത് 2 വീതം ഏതെല്ലാം? 1 ബിദ്അത്തു ഹസന, 2 ബിദ്അത്തു ളലാല. നാലാമത്തെ ചോദ്യം മുർത്തദ് ഇസ്ലാമിലേക്ക് തിരിച്ചു വരാൻ എന്തു ചെയ്യണം? ഉത്തരം 2 ഷഹാദത്ത് കലിമ വ്യക്തമായി പറയലോടുകൂടി ഏത് കാര്യം കൊണ്ടാണോ അവൻ മുർത്തദ്ദായത് അതിൽ നിന്ന് മടങ്ങി എന്ന് സമ്മതിച്ചു പറയുകയും വേണം. എന്നാൽ മാത്രമേ മുർത്തദ്ദായവൻ വീണ്ടും ഇസ്ലാമിലേക്ക് തിരിച്ചു വരാൻ കഴിയുകയുള്ളൂ. അപ്പോൾ എത്രയാണ് അഖീദ വിഷയത്തിൽ കഴിഞ്ഞ പൊതുപരീക്ഷയുടെ ചോദ്യങ്ങൾ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇത് ഉപയോഗപ്പെടുത്തുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലുള്ള മറ്റു വിഷയങ്ങളുടെ പേപ്പറുകൾ വരുന്ന ദിവസങ്ങളിൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പൊതുപരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും അള്ളാഹു ഉന്നത വിജയം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല
വബറകാതുഹു.